ഇപ്പൊ ഏഷ്യനെറ്റ് പുറത്തുവിട്ട ആ ഒരു പ്രോമോയെ കുറിച്ച് ഫുൾ ഫാൻ തിയറീസ് ആണ് സോഷ്യൽ മീഡിയയിൽ കൂടി കറങ്ങി നടക്കുന്നത്. അതേപോലെ എനിക്കും പറയാനുണ്ട് ഒരു ഫാൻ തിയറി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം വൈൽഡ് കാർഡുകൾ ഹൗസിലേക്ക് കയറുന്നു. അവര് നോക്കി വരുന്നത് ആരെയാണ്? അവര് മെയിൻ ആയിട്ട് നോക്കി വരുന്നത് ജിൻഡോനെയും ഗബ്രീനെയാണ്. ഇവരിൽ ഒരാളെ ടാർഗറ്റ് ചെയ്യാൻ വരുന്നവരായിരിക്കും ഈ 5 പേരിൽ ഭൂരിഭാഗവും. അപ്പൊ ഇവരവിടെ വരുമ്പം നമ്മുടെ ജിൻഡോയും ഗബ്രിയും അവരവിടെ കാണാൻ പാടില്ല. ഇവരുടെ ഗെയിം പ്ലാൻ എന്താണെന്ന് അനലൈസ് ചെയ്തിട്ട് അത് തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് അത് കളിക്കണം. അതാണ് ഇവർക്ക് വേണ്ടത്, മേക്കേഴ്സിന് വേണ്ടത്. അതിനുവേണ്ടി ഇവരെ പിടിച്ച് സീക്രട്ട് റൂമിൽ ഇടുന്നതാണോ എന്ന് ഉള്ള എനിക്ക് നല്ല സംശയമുണ്ട്. അല്ലെങ്കിൽ ഇത് നാദറിനെയൊക്കെ ചെയ്ത പോലെ ഒരു ഫേക്ക് എവിക്ഷൻ ആവാനാണ് ചാൻസ്. ഇത് രണ്ടും ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇതാണ് എനിക്കും തോന്നുന്ന ഒരു കാര്യം. അല്ലാതെ രണ്ടുപേരെയും വെറുതെ അങ്ങ് പുറത്താക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് ഞാൻ പറയാൻ കാര്യം, ഇവർ രണ്ടുപേരും വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു ഷോയിൽ കണ്ടന്റുകൾ കൊടുത്തു പോകുന്ന 2 കണ്ടസ്റ്റൻസ് ആണ്. അങ്ങനെയുള്ള 2 പേരെ വിടുക എന്നൊക്കെ പറയുന്ന ഇവരുടെ ഈ ഒരു ഷോയിനെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇങ്ങനെ 2 പോസിബിലിറ്റി നിരത്തുന്നത്. നമുക്ക് നോക്കാം എന്തായാലും.